പാകിസ്ഥാനെതിരായ നടപടികളിൽ കേന്ദ്ര സർക്കാരിന്റെ നിർണായക നീക്കം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. സംയുക്ത സേനാ മേധാവിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഈ കൂടിക്കാഴ്ച. ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ BSF മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ലോകം മുഴുവൻ ഇന്ത്യക്കൊപ്പമാണെന്നും ആക്രമണം നടത്തിയവർക്കും ഗൂഢാലോചനക്കാർക്കും കഠിന ശിക്ഷ നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ രാജ്യത്തോടായി പറഞ്ഞിരുന്നു. VS രഞ്ജിത്തുടെ കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, വെരി ഗുഡ് ഈവനിംഗ്. ഇപ്പോൾ പ്രതിരോധ വകുപ്പ് മന്ത്രി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. സംയുക്ത സേനാ മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രിയെ കാണുന്നത്. നിർണായകമായ നീക്കങ്ങൾക്കൊരുങ്ങുകയാണോ ഇന്ത്യ? അരുൺ, അങ്ങനെ വേണം നമുക്ക് ഒരു നിഗമനത്തിലേക്ക് എത്താൻ. ഇന്ന് വൈകിട്ട് 4 മണിക്ക് സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാനുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ച നടത്തിയിരുന്നു. 40 മിനിറ്റ് നീണ്ടുനിന്ന ചർച്ചയായിരുന്നു അത്. അതിനുശേഷമാണിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തുന്നത്. സ്വാഭാവികമായിട്ടും സംയുക്ത സേനാ മേധാവിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ അന്തിമമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിന് അനുസരിച്ച് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന കാര്യത്തിൽ ഒരു ചർച്ചയുമായിരിക്കാം ഇന്ന് പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയുടെ ഉദ്ദേശ്യം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമിത്ഷായും ഇന്ന് വൈകിട്ട് BSF മേധാവിയായിട്ടുള്ള ദൽജിത് ചൗധരിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതൊരു പക്ഷേ BSF ജവാൻ അതിർത്തി കടന്നുപോയി പാകിസ്ഥാൻ മിലിറ്ററിയുടെ കൈവശമുണ്ട്. അദ്ദേഹത്തെ വിട്ടുകിട്ടാൻ വേണ്ടി 3 ഫ്ലാഗ് മീറ്റിംഗുകൾ നടത്തിയിരുന്നു. അത് വിഫലമായി. അതിനെ തുടർന്നാണ് ഇപ്പോൾ BSF മേധാവിയുമായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തിയത്. ഏതായാലും സൈനിക നീക്കത്തിലേക്ക് ഇന്ത്യ പോകുന്നുവോ എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് സംശയിക്കേണ്ടി വരുന്നത്. കാരണം ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ നേവി അറബിക്കടലിൽ ഒരു മിസൈൽ പരീക്ഷണം നടത്തിയിരുന്നു. ഇത്തരത്തിൽ മിസൈൽ പരീക്ഷണം നടത്തുകയും കരുത്ത് കാണിക്കുകയും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഉറിയിലെ ഡാം തുറന്നുവിട്ട് പാകിസ്ഥാൻ ഒരു പ്രളയം ഉണ്ടാക്കത്തക്ക രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കത്തക്ക രീതിയിൽ നടപടിയും ഇന്ത്യയുടെ ഭാഗത്തുണ്ടായി. അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി കൊടുക്കും എന്നുള്ള ഇന്ത്യയുടെ ആ ഒരു വാക്ക്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് സർക്കാർ നൽകിയ ഉറപ്പ്, അതുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ. സൈനികമായി തന്നെ നേരിടേണ്ടി വന്നാൽ അതിന് സുസജ്ജമാണ് രാഷ്ട്രം എന്ന് നേവി ഉറപ്പിക്കുന്നു. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നതിൻ്റെ ഭാഗമായി പ്രതിരോധ മന്ത്രി സംയുക്ത സേനാ മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷം പ്രതിരോധ മന്ത്രി നേരിട്ട് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ത്യ ഈ തിരിച്ചടി എന്ന് പറയുന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്നു. അതിൻ്റെ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അന്തിമ നീക്കത്തിലാണ് സൈന്യവും രാജ്യവും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർച്ചയായിട്ട് പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടാവുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വളരെ കരുതലോടുകൂടി ഇന്ത്യ പ്രതികരിക്കുന്നതും. പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നത്, VS രഞ്ജിത്ത്, ലോകരാഷ്ട്രങ്ങൾ ഈ ഭീകരതയ്ക്കെതിരായുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പമുണ്ട് എന്നാണ്. ന്യായം ചെയ്തിരിക്കും, അവിടെ നീതി ഈ ഇരയായ മനുഷ്യർക്ക് കൊടുത്തിരിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നതും. മൻ കി ബാത്ത് നടത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത ദിവസം തന്നെയാണ് ഈ കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ്. ഈ രാത്രി നിർണായകമാണ് അല്ലേ? തീർച്ചയായിട്ടും മൻ കി ബാത്തിൽ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, 130 കോടി ഇന്ത്യക്കാരുടെയും രക്തം തിളയ്ക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ മരണപ്പെട്ട 27 പേർക്കും 26 ഇന്ത്യക്കാർക്കും ഒരു നേപ്പാളി പൗരന് ഉൾപ്പെടെയുള്ള 27 പേർക്കും നീതി ഉണ്ടാക്കത്തക്ക രീതിയിലുള്ളൊരു നടപടി ഉണ്ടാവുമെന്നും ഭീകരവാദത്തെ വെച്ചു പൊറുപ്പിക്കില്ല എന്നുമാണ് അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു തിരിച്ചടി അതെങ്ങനെയാണ്, അത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെതിരായിട്ടായിരിക്കില്ല, പക്ഷേ ഭീകരവാദികൾക്കെതിരായിട്ടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ നടപടി എങ്ങനെ വേണം, അതൊരു സൈനിക നീക്കത്തിലൂടെ വേണമോ? ഇപ്പോൾ നയതന്ത്ര ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നു. അതിനപ്പുറത്തേക്ക് ഏത് തരത്തിൽ ഇതിനെ നേരിടാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഭീകരവാദികളെ നേരിടാനുള്ള എല്ലാ പിൻബലവും മറ്റ് രാഷ്ട്രങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യ നേടിയിട്ടുണ്ട്. 13 ലോകരാഷ്ട്രങ്ങളുമായി പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കുകയും മറ്റ് ലോക നേതാക്കന്മാരുമായിട്ടും അവരുടെ അംബാസഡറുമായിട്ടും ഒക്കെ കൂടിക്കാഴ്ച നടത്തുകയും ഈ ഒരു ഇന്ത്യയുടെ മുന്നേറ്റത്തിന്, ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ നേടാനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യയുടെ ഭാഗത്ത് ഇപ്പോഴുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ടിരുന്ന സൗദി അറേബ്യയും ചൈനയും അമേരിക്കയും ഒന്നും തന്നെ പരസ്യമായി ഇപ്പോൾ പാകിസ്ഥാന് പിന്തുണ കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതും ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്ന് പോലും ആന്റോണിയോ ഗുട്ടറസ് ഒക്കെ അവസാനം പ്രസ്താവന നടത്തിയിട്ടുള്ളത് പരമാവധി സംയമനം പാലിക്കണം എന്നുള്ളതാണ്. ഇന്ത്യ ഇപ്പോൾ നടത്തിയിട്ടുള്ള നയതന്ത്ര ഉപരോധങ്ങളെയൊന്നും ഒരു രാജ്യവും അപലപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യക്ക് കിട്ടുന്ന പിൻബലം.